അപ്പൊ അതാണ് കാര്യം. എനിക്കറിയാം, സെൽഫിഷ് പീപ്പിൾ. Bastard. No! Saira! നിർത്ത്! എന്ത് കാണിക്കുന്നു? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? Saira! എന്ത് കാണിക്കുന്നു? എനിക്ക് വെറുപ്പാ എല്ലാരോടും. All of you. മോളെ സൈറ 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 മോളെ വാതിൽ തുറക്ക്. ഞാനിതിന് നിന്നെ കുറ്റപ്പെടുത്തു. ഒരു MSWക്കാരി സോഷ്യൽ ആനിമലിനോട് ബിഹേവ് ചെയ്യുന്ന അത്രയെങ്കിലും നിനക്ക് അവളോട് കാണിക്കാമായിരുന്നു. അവളുടെ പ്രായം, ഇപ്പോഴത്തെ സ്റ്റേജിൽ അവളുടെ മാനസികാവസ്ഥ, വളരെ ബോൾഡാണെന്ന് സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ അവൾ കാണിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അവളുടെ ഉള്ളിൽ ആരും അറിയാതെ ഒരു കടലിരുമ്പുന്നുണ്ടെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് തോന്നിയായിരുന്നു. ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും മഹത്തരമായ ചുംബനം ഏതാണെന്ന് അറിയാമോ നിനക്ക്? സൂര്യകാന്തി പൂക്കൾക്ക് നടുവിലിരുന്ന് ഒരു കാമുകൻ കാമുകിക്ക് നൽകുന്ന ആദ്യ ചുംബനമല്ലാതെ ഭർത്തൃജടത്തിന്റെ മരവിച്ച ചുണ്ടില് വിധവ അർപ്പിക്കുന്ന അന്ത്യ ചുംബനവുമല്ല. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വളർത്താതെ അമ്മ നൽകുന്ന തൂവൽ പോലുള്ള ചുംബനമാണത്. എന്തേ സൂസൻ, അത് നിനക്ക് അവൾക്ക് കൊടുത്താൽ? നിന്റെ കുഞ്ഞിന്റെ അമ്മയല്ല അവൾ. Sorry, dear. I'm sorry too. അപ്പോഴത്തെ അവസ്ഥയിൽ ആൻറ്റി അറിയാതെ മോൾക്ക് ആൻറ്റിയോട് ദേഷ്യമുണ്ടോ? ആൻറ്റി അല്ലല്ലോ, അമ്മയാണെന്നല്ലേ പറഞ്ഞത്. തെറ്റ് കാണിച്ച ഞാനല്ലേ? എനിക്ക് എല്ലാവരോടും വെറുപ്പായിരുന്നു. ഞാൻ ഇനി അനുസരിച്ചോളാം, ഈ അമ്മ പറയുന്ന പോലെ. അയ്യോ, എന്തു പറ്റി? ചവിട്ടുന്നു. ഞാൻ ഒന്ന് തൊട്ടോട്ടെ? എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അമ്മയ്ക്കൊന്ന് സംസാരിച്ചു നോക്കിക്കൂടെ? അവനത് കേൾക്കും. ട്രൈ ഇറ്റ്. ഹായ് ബേബി, ഇത് ഞാനാ. യോ മോം. We all are waiting for you, my sweet angel. We love you. Come soon.
പൈശാചിക്കൽ. സൈറക്ക് കുഞ്ഞാണാണോ പെണ്ണാണോ എന്നറിയണ്ടേ? ഉറപ്പ്? നോ വേ ഡിയർ. അതെന്താ ഡോക്ടർ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് കുഞ്ഞു വാവയുടെ ഹാർട്ട് ബീറ്റിംഗാ. കാണിച്ചു തരാം. പതിയെ പതിയെ എന്നിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. പല രാത്രികളിലും കാരണങ്ങളില്ലാതെ ഞാൻ ഞെട്ടി ഉണർന്നു. പൂർണ്ണമായും അപരിചിതനായ ഒരാൾ എൻ്റെ ഉള്ളിൽ നിന്നും എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയതുപോലെ. ഞാനൊരു വെജിറ്റേറിയൻ ആണെന്ന കാര്യം എൻ്റെ ഓർമ്മകളിൽ അവൻ ഇല്ലാതാക്കി. ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്നൊരു ഭ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിപ്പിച്ചു. ഡോക്ടർ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു സ്ത്രീ ഗർഭിണിയാണെന്നറിയുന്ന ആ നിമിഷം മുതൽ അവൾ അമ്മയാണ്. പക്ഷേ പുരുഷൻ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമേ അച്ഛനാവുന്നുള്ളൂ എന്ന്.